റീസെന്റ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗിൽ നിന്നൊരു ഇന്ത്യൻ സൈനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഐ ലീഗിലെ നെറോക്ക എഫ് സിയിൽ നിന്ന് 21കാരനായിട്ടുള്ള ഡിഫൻഡർ ലിക്മവം രാകേഷ് സിംഗ് മേത്തി. സോ നമ്മൾ ഇന്ന് അദ്ദേഹത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സോ പ്രത്യേകിച്ച് വളച്ചുകെട്ടലൊന്നും ഇല്ലാതെ നേരെ കാര്യത്തിലേക്ക് കടക്കാം. സോ ഡിഫൻഡർ എന്ന് പറയുമ്പോൾ ഏത് പൊസിഷൻ എന്നുള്ളതായിരിക്കും ആദ്യത്തെ ചോദ്യം. നിങ്ങളുടെ ട്രാൻസ്ഫർ മാർക്കറ്റൊക്കെ ഇതേ പറ്റി പരിശോധിച്ച് നോക്കിയപ്പോൾ 3 പൊസിഷൻസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ലെഫ്റ്റ് ബാക്ക്, സെൻറ്റർ ബാക്ക്, റൈറ്റ് ബാക്ക്. ആ ഒരു ഡിഫൻസീവ് ലൈനിലെ എല്ലാ പൊസിഷൻസിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ടായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഫുൾ ലെങ്ത് മാച്ചസ് നമ്മൾ കണ്ടപ്പോൾ ഒരു മെജോറിറ്റി മാച്ചിലും ഒരു ലെഫ്റ്റ് ബാക്ക് പോസ്റ്റിലാണ് അദ്ദേഹത്തെ നെറോക്ക എഫ് സി കഴിഞ്ഞ 2 സീസണുകളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി സെൻറ്റർ ബാക്കായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള മാച്ചുകൾ നമ്മൾ എടുത്ത് കണ്ടുനോക്കി. മാച്ചിലേക്ക് വരുമ്പോൾ, ഫോർമേഷനിലേക്ക് വരുമ്പോൾ, ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ലെഫ്റ്റ് ബാക്കായിട്ട് തന്നെയാണ് കളിക്കുന്നത്. ഇനി റൈറ്റ് ബാക്ക് ആയിട്ടുള്ള മാച്ചസ് കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മാച്ചസ് ലൈവ് കിട്ടിയിരുന്നില്ല. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇതിന് കൂടുതൽ കംഫർട്ടബിൾ ആവുക ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ സെൻറ്റർ ബാക്ക്, ഏറ്റവും ഒടുവിലായിരിക്കും റൈറ്റ് ബാക്ക് ആയിട്ട് പ്രിഫർ ചെയ്യുക. കാരണം ലെഫ്റ്റ് ഫുട്ടാണ് അതിൻ്റെ ഒരു സ്ട്രോങ്ങസ്റ്റ് ഫുട്ട്. ഒരു വീക്ക് ഫുട്ട് ഉള്ള ഒരു പ്ലെയർ ആണ്. റൈറ്റ് ഫുട്ട് വലിയ രീതിയിൽ പാസിംഗിലാണെങ്കിലും ഏറ്റവും സേഫ് ആയിട്ട് ലെഫ്റ്റ് ഫുട്ട് ഉപയോഗിക്കാൻ പറ്റുമോ അത് ഉപയോഗിക്കുന്ന ഒരു പ്ലെയർ ആണ്. സോ അങ്ങനെയുള്ള ഒരു പ്ലെയറിനെ റൈറ്റ് ബാക്ക് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് അത്ര നന്നായിട്ട് വരാൻ ചാൻസ് ഇല്ല. ഇൻവേർട്ടഡ് ഫുൾ ബാക്സ് ഉള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് കൂടുതൽ ഇദ്ദേഹം കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ്. സോ ഒരു ഫുൾ ബാക്ക് ലെഫ്റ്റ് ബാക്ക് ആണ്. മറ്റ് സ്പെഷ്യാലിറ്റീസിലേക്ക് വരാണെങ്കിൽ സെറ്റ് പീസസ് എടുക്കുന്നുണ്ട്. അതിന്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് എടുക്കാൻ പറ്റുന്ന സെറ്റ് പീസസ്, പ്രത്യേകിച്ചും റൈറ്റ് കോർണേഴ്സ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഫ്രീ കിക്സ് ഒക്കെ അദ്ദേഹം എടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഗോൾ കോൺട്രിബ്യൂഷൻ അതിന് വന്നിട്ടില്ല. കോർണേഴ്സിലെ പ്രീ അസിസ്റ്റ് എന്ന രീതിയിലുള്ള ഗോളുകളുണ്ട്. ആ സെറ്റ് പീസസ് എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് എടുത്ത് പറയാനോ വളരെ മോശം എന്ന് പറയാനോ പറ്റാത്ത രീതിയിൽ ഡീസന്റ് ആയിട്ടുള്ള ഡെലിവറീസ് ആണ്. അതിൽ കോർണേഴ്സിൽ ചിലത് അത്യാവശ്യം എഫക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. കറക്റ്റ് ഒരു പ്ലെയറിലേക്ക് റീച്ച് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ കോർണർ എടുത്ത് ഒരു പ്ലെയർ ഹെഡ് ചെയ്ത് ഓൺ ടാർഗറ്റിലേക്കോ അല്ലെങ്കിൽ ഓഫ് ടാർഗറ്റിലേക്കോ പോകുന്ന രീതിയിൽ ആ കോർണേഴ്സ് വരുന്നുണ്ടായിരുന്നു. സോ അവിടുത്തെ അതിന്റെ ഡെലിവറീസ് ഒക്കെ നമുക്കൊരു സെറ്റ് പീസ് ടേക്കറായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഗോൾ കോൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും അതിന്റെ പാസ്റ്റ് സീസൺസിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അസിസ്റ്റ് മാത്രമാണുള്ളത്. 2 ഐ ലീഗ് സീസണുകൾ കളിച്ചതിൽ കഴിഞ്ഞതിന് മുൻപുള്ള സീസണിൽ ഒരു അസിസ്റ്റ് അതിനുണ്ട്. അത് ഒരു ക്രോസിൽ നിന്നുള്ള, ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള ഒരു ക്രോസിൽ നിന്നുള്ള ഒരു അസിസ്റ്റാണ് അതിനുള്ളത്. സോ ഇത്രയാണ് ഒരു ബേസിക് ഡീറ്റെയിൽസ് എന്ന രീതിയിലുള്ളത്. ഇനി ഒരു ബേസിക് ഗെയിം സ്റ്റൈലിലേക്ക് പോകണമെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു ഫുൾ ബാക്ക് ആണ് ഇദ്ദേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുൾ ബാക്കിനെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അറ്റാക്കിംഗ് ഫുൾ ബാക്ക്, ഡിഫൻസീവ് ഫുൾ ബാക്ക്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക്. ആ ഒരു സ്പെക്ട്രം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബാലൻസിനേക്കാളും കുറച്ചുകൂടി ഡിഫൻസിലേക്ക് ചായവുള്ള രീതിയിലാണ് നെറോക്ക എഫ് സി ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നു, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നെറോക്ക എഫ് സി കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുള്ള രീതിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഗെയിം സ്റ്റൈലിലും അദ്ദേഹത്തിന്റെ റോളിലും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസിലും ഡിഫറൻസ് വരാം. പറയാനുള്ള പ്രത്യേക കാരണം ഈ ഡിഫൻസീവ്ലി കളിക്കുന്ന ഒരു ഫുൾ ബാക്ക് എന്ന രീതിയിൽ മെൻഷൻ ചെയ്തുകൊണ്ടാണ്. നെറോക്ക എഫ് സിയുടെ ഗെയിംസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും വൈഡിൽ പ്ലേയേഴ്സ് ഉണ്ടാവാറുണ്ട്. പിങ്ങേഴ്സ് എന്ന രീതിയിലോ അല്ലെങ്കിൽ സ്ട്രൈക്കേഴ്സ് വൈഡിലേക്ക് ഇറങ്ങുന്ന രീതിയിലോ ഒക്കെ. അപ്പോൾ ഈ ഫുൾ ബാക്കിന് ഓവറായിട്ട് ഓവർലാപ്പ് ചെയ്യേണ്ടതോ ബോക്സിനകത്തേക്ക് വരേണ്ടതോ, ഈ പറഞ്ഞ പോലെ അവിടെ ഒരു കോമ്പിനേഷൻ കളിച്ചിട്ട് മുന്നോട്ട് പോയി ക്രോസ് കൊടുക്കേണ്ട അത്തരം സിറ്റുവേഷൻസ് ഒക്കെ വളരെ കുറവാണ്. തീരെ ഇല്ലെന്നല്ല, വളരെ കുറവായിരുന്നു. അതിന് മിക്കപ്പോഴും ആ ഒരു സെൻട്രൽ സ്പേസസിലേക്ക് നിന്നിട്ട് അവിടെ നിന്ന് പാസ് ഫ്രണ്ടിലേക്ക് കൊടുക്കുന്ന രീതിയിലോ അങ്ങനെയൊക്കെയാണ് കാണാറ്. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അറ്റാക്ക് നടക്കുമ്പോൾ മിക്കപ്പോഴും നവോജ സിംഗ് ഒക്കെ ഓപ്പണന്റ് ടീമിന്റെ ബോക്സിന്റെ ആ ഒരു ഏരിയയിലേക്ക് വരാറുണ്ട്. പക്ഷേ ഇവിടെ പ്രോപ്പറായിട്ടുള്ള വിങ്ങേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് ഫുൾ ബാക്കിന് അധികം ഓവർലാപ്പ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യം വരാറില്ല. സോ അതുകൊണ്ട് ഇദ്ദേഹത്തെ അധികമായിട്ട് നമ്മളൊരു ഹീറ്റ് മാപ്പ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൺ ഹാഫിലായിരിക്കും കൂടുതൽ പൊസിഷനിങ് ഇദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത്. സോ അധികമായിട്ട് ഒഫൻസീവ് സപ്പോർട്ട് കൊടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമോ അല്ലെങ്കിൽ അമിതമായിട്ട് ഒഫൻസീവ് ആക്റ്റുകൾ പെർഫോം ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യമോ കഴിഞ്ഞ 2 സീസണിലും നെറോക്ക എഫ് സിയിൽ ഇതിന് ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. പുതിയ കോച്ചിന് അണ്ടറിൽ എങ്ങനെയാവും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഇനി ക്രോസുകളുടെ കാര്യം പറയുമ്പോൾ ഫുൾ ബാക്സിനെ സംബന്ധിച്ച് ക്രോസുകൾ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഫാക്ടറായിട്ട് വരാറുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ഇംപ്രസ്ഡ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ക്രോസുകളോ അതിൻ്റെ ക്വാളിറ്റീസോ ഫീൽ ചെയ്തിരുന്നില്ല. ക്രോസുകൾ തന്നെ വളരെ കുറച്ചാണ് കണ്ടുള്ളത്. ഇനി ആ ക്രോസുകളിലും ഒരു ഇൻകൺസിസ്റ്റൻസി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചില ക്രോസുകൾ വളരെ നല്ല രീതിയിൽ അതിൻ്റെ ഫ്ലൈറ്റ് ആണെങ്കിലും കൃത്യമായിട്ട് റീച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു അസിസ്റ്റ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഈ രീതിയിലുള്ള ഒരു ക്രോസിലൂടെയാണ്. അതെല്ലാം നല്ല പക്ക ക്രോസുകളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയത്തുള്ള ക്രോസുകൾ, അത് ഗ്രൗണ്ടർ ക്രോസുകൾ ചില സമയത്ത് എഫക്റ്റീവായിട്ട് വരാറുണ്ട്. പക്ഷേ ഹൈ ക്രോസ് കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് കണക്ഷൻ ശരിയാവാതെ ഗ്രൗണ്ടർ ആയി പോകുന്ന സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. സോ ആ ക്രോസസ് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അത്ര ഇംപ്രസീവായിട്ട് തോന്നിയിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില ക്രോസസ് കാണുമ്പോൾ അതിന് ആ ഒരു എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അതൊന്ന് ഇമ്പ്രൂവ് ആക്കി എടുത്താൽ മതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പാരലൽ ക്രോസുകളേക്കാൾ കൂടുതൽ ഡയഗണൽ ക്രോസസ് ആണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ആ ഒരു സെൻട്രൽ ലൈൻ കഴിഞ്ഞ് ഹാഫ് സ്പേസിനോട് അടുത്ത് നിന്നിട്ട് ഡയഗണലിൽ കൊടുക്കുന്ന ക്രോസസ് ഉണ്ട്. അതും എഫക്റ്റീവ് ആവുന്നതും ഉണ്ട്, തീരെ എഫക്റ്റീവ് ആവാത്ത ടൈപ്പ് ക്രോസസും ഉണ്ട്. സോ ക്രോസസിൽ നമുക്ക് ഓവറായിട്ട് ഇംപ്രസ്ഡ് ആവുന്ന രീതിയിലുള്ള ക്രോസസ് ഇല്ല. പക്ഷെ കൊടുക്കുന്ന ക്രോസുകൾ ചിലത് വളരെ എഫക്റ്റീവായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിം സ്റ്റൈലിൽ കണ്ടൊരു കാര്യം ഇതിന്റെ പേസിനെ പറ്റിയാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ അതിന്റെ പേസ്, ആ ഒരു സ്പീഡ്, ആക്സിലറേഷൻ അത് അത്യാവശ്യം നല്ല
നല്ല രീതിയിൽ ഡിഫൻസിലും ഒഫൻസിലും അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഈ മുന്നോട്ട് കയറി അഡ്വാൻസ്ഡ് ആയിട്ട് പോയി നിൽക്കുന്ന സമയത്ത് പുറകിലേക്ക് ഇറങ്ങി വരുന്ന ഡ്രോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും ക്ലോസ് ഡൗൺ ചെയ്യുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും അത്യാവശ്യം പേസും ഉണ്ട്. പെട്ടെന്ന് ക്വിക്കായിട്ട് ചെന്ന് അത് വിത്തൗട്ട് ബോൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം പേസ് ഉള്ള ഒരു പ്ലെയർ ആയിട്ട് കൂടി പറയാം. സോ ടോട്ടലി പറയുമ്പോൾ നെറോക്ക FC അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ചുകൂടി ഡിഫൻസീവ് സപ്പോർട്ട് കൊടുക്കാനും ഡിഫൻസീവ് ആക്ടുകൾ പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഒഫൻസീവിൽ ഒരുപാട് സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഈ പറഞ്ഞ ക്രോസുകളുടെ രൂപത്തിലോ ഓവർലാപ്പിംഗിന്റെ രൂപത്തിലോ അവിടെയുള്ള കോമ്പിനേഷന്റെ രൂപത്തിലോ അധികം കാണാത്ത രീതിയിലാണ് നെറോക്ക FC ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇനി റിപ്പീറ്റ് ആയിട്ട് കണ്ട അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. അതിൽ ഒന്നാമതായിട്ട് തോന്നിയത് ഇതിന്റെ പാസിംഗ് ആണ്. ഒഫൻസീവ് സപ്പോർട്ട് കുറവാണെന്ന് പറയുമ്പോഴും അവിടെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഫാക്ടർ ഇതിന്റെ പാസിംഗ് എബിലിറ്റി ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പാസിംഗ് ഡെലിവറീസ് കൊടുക്കാൻ, അതിപ്പോൾ ബിൽഡപ്പിൽ നിന്നുള്ള പാസുകളാണെങ്കിലും പ്ലേയേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്ന ടൈപ്പ് പാസുകളാണെങ്കിലും കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വിഷനോട് കൂടിയുള്ള പാസുകളാണെങ്കിലും അവിടെ എല്ലാം അത്യാവശ്യം അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ചില സിറ്റുവേഷൻസിൽ ഒരു ഓപ്പൺ ടീം ഒരു പ്രസ്സിങ്ങിന് വരുമ്പോൾ ഡിഫൻസിൽ ഫുൾ ബാക്കിലേക്കോ അല്ലെങ്കിൽ വൈഡിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഒരു പന്ത് സ്റ്റക്കായി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഓപ്പൺ ടീം പ്രസ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ അവിടെ പല ഫുൾ ബാക്കും പല സെൻറ്റർ ബാക്കും സേഫ് ആയിട്ട് നോക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു പന്ത് അടിച്ച് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പോലും ഇദ്ദേഹം വന്ന് പെടുമ്പോൾ അതൊരു പാസിലേക്കാക്കി മാറ്റാനും ആ പ്രസ് ബ്രേക്ക് ചെയ്യാനും ഇതിന് സാധിക്കുന്നുണ്ട്. ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നെറോക്ക FC റിക്കവർ ചെയ്തിട്ടുള്ള ഒരു പന്താണ്. ആൻഡ് ഈ പറഞ്ഞ ഓപ്പൺ ടീം പ്രസ്സിങ്ങിന് വരുന്നുണ്ട്. ഈ രാകേഷ് സിംഗിലേക്ക് പന്തെത്തുമ്പോൾ അവിടെ 4 നെറോക്ക FC പ്ലേയേഴ്സിനെ കാണുന്നുണ്ട്. അതിലൊരു 3 പേർക്കെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഇതേ പ്രസ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ പാസിംഗ് ലൈൻ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലോ ആണ് അദ്ദേഹം പോസിഷൻ ചെയ്യുന്നത്. ആൻഡ് ഇദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം അവിടെ ഒരു ഫസ്റ്റ് ടൈം ക്ലിയറൻസിലേക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എടുത്ത് പിടിച്ചൊരു തീരുമാനം എടുക്കാതെ പന്ത് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്ത് കോൺഫിഡന്റ് ആയിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട്. ആൻഡ് അദ്ദേഹം ഇവിടെ കൃത്യമായിട്ട് ആ ഒരു സ്കാനിങ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ പ്ലേസ് എവിടേക്കാണ് നിൽക്കുന്നത് എന്നുള്ളതും അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ആൻഡ് വളരെ കാമായിട്ട് തന്നെ ആ ഒരു പന്ത് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടിട്ട് കുറച്ചൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയി ആ പ്രസ്സിങ്ങിനെ ബ്രേക്ക് ചെയ്ത ടൈപ്പ് ഒരു പാസ് അദ്ദേഹം കളിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ആ 3 പ്ലേയേഴ്സിന്റെ പ്രസ്സിങ്ങിനെ ഒറ്റ പാസിൽ മറികടക്കാൻ അതും കാമായിട്ട് കുറച്ച് ടൈം എടുത്തുകൊണ്ട് തന്നെ മറികടക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഈ പാറ്റേൺസിലുള്ള ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നു, സ്കാൻ ചെയ്യുന്നു, പന്ത് ഈ പറഞ്ഞ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നു, എന്നിട്ട് പാസ് കൊടുക്കുന്നു. ഈ രീതിയിലുള്ള പാസുകൾ കാണാം. അത്തരം പാസുകൾ ചില സമയത്ത് ഒരു കൗണ്ടർ അറ്റാക്കിലേക്ക് ഇപ്പോൾ ഡിഫൻസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സ്ട്രൈക്കറിലേക്കുള്ള ഒരു പാസ് എന്ന രീതിയിൽ ഇപ്പോൾ ഈ ഒരു മൂവ്മെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ അദ്ദേഹം റിക്കവർ ചെയ്ത പന്ത് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സ്കാൻ ചെയ്ത് വെയിറ്റ് ചെയ്ത് പന്തൊന്ന് മൂവ് ചെയ്തിട്ട് സ്ട്രൈക്കറിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പ്ലെയറിലേക്കാണ് എത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്ലിയറൻസിലേക്ക് പോവാതെ സ്കാൻ ചെയ്ത് കൊടുക്കുന്ന പാസുകൾ നമുക്ക് ഇതിന്റെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞതെല്ലാം ഗ്രൗണ്ട് ബോളുകളെ പറ്റിയാണ്. ഇതുപോലെ തന്നെ ഹൈ ബോൾസ്, ചിപ്പിംഗ് ഹൈ ബോൾസ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ ഒരു ക്രിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു വിഷനുള്ള ടൈപ്പ് പാസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മൂവ്മെന്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അദ്ദേഹമായിട്ട് തന്നെ റിക്കവർ ചെയ്യുന്ന ഒരു പന്താണ്. ഇവിടെയും എടുത്ത് പിടിച്ച ഒരു തീരുമാനത്തിലേക്കോ പെട്ടെന്ന് പാസ് കൊടുത്ത് ഒഴിവാക്കാനോ അദ്ദേഹം ശ്രമിക്കുന്നില്ല. പന്ത് ഹോൾഡ് ചെയ്തിട്ട് കാമായിട്ട് തന്നെ അദ്ദേഹം തീരുമാനം എടുക്കുകയാണ്. ആൻഡ് അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഒരു ചിപ്പിംഗ് പാസ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ആ പാസ് കറക്റ്റ് ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടി അറ്റാക്കിലേക്ക് ഡിഫൻസിൽ നിന്ന് ഒഫൻസിലേക്കുള്ള ഒരു ഡയറക്റ്റ് പാസ് പോലെയാണ് ആ ഒരു പാസ് മാറുന്നത്. ഇത്തരത്തിലുള്ള ഹൈ ചിപ്പിംഗ് ബോളുകൾ അത് ഇൻസൈഡ് നിൽക്കുന്ന പ്ലെയറിനെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്പൺ ഹാഫിൽ നിൽക്കുന്ന പ്ലെയറിനെ ആയിരിക്കാം ഓൺ ദ സ്പോട്ടിൽ തന്നെ ഒരു പന്ത് വീഴുന്ന രീതിയിൽ കറക്റ്റ് ആ ഒരു പ്ലെയറിലേക്ക് തന്നെ റീച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചിപ്പിംഗ് ഹൈ ബോൾ അല്ലെങ്കിൽ എയർ ബോളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ഒഫൻസിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് കുറവാണെങ്കിലും വരുന്ന സമയത്ത് ക്രിയേറ്റീവായിട്ട് കളിക്കാനുള്ള ശ്രമങ്ങൾ ആ ഒരു സ്പാർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു മൂവ്മെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്ക് ആണ്. വിത്ത് ബോൾ ഇദ്ദേഹം ക്യാരി ചെയ്ത് വരുന്നുണ്ട്, സ്പേസ് ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ആ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന സിറ്റുവേഷനിൽ ഈ പറഞ്ഞ പോലെ ഒഫൻസിലേക്ക് മുന്നോട്ട് കയറി വരുന്നുണ്ട്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അതിന് മുന്നിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഇവിടെ എല്ലാവർക്കും നോക്കുമ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഓപ്ഷനും എല്ലാവരും കളിക്കാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഔട്ട് സൈഡിൽ നിൽക്കുന്ന ഒരു പ്ലെയറിലേക്ക് ഒരു ത്രൂ കളിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ രാകേഷ് സിംഗ് കളിക്കുന്നത് മറ്റൊരു ഓപ്ഷനാണ്, രണ്ടാമത്തെ ഓപ്ഷൻ. അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഓപ്ഷനാണ്. പക്ഷേ ആ ഓപ്ഷൻ റീച്ച് ചെയ്തിരുന്നെങ്കിൽ, അത് കൃത്യമായിട്ട് ആ ഒരു പ്ലെയറിലേക്ക് റീച്ച് ചെയ്തിരുന്നെങ്കിൽ ഒരു ഡയറക്റ്റ് ഗോൾ ചാൻസ് ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ആ ഒരു പന്ത് വരുന്നത്. ആ പന്ത് അദ്ദേഹം കൊടുക്കുന്ന ഒരു ടെക്നിക്കും കറക്റ്റാണ്. ഇപ്പോൾ ഒന്ന് കർവ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് അദ്ദേഹം അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു പന്ത് അവിടെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻ കേസ് ആ ഒരു പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവിടെ മാറി. ട്രൈ മാത്രമേ ഉള്ളൂ, അതിന്റെ എക്സിക്യൂഷൻ കറക്റ്റ് അല്ല. ഇവിടെ എല്ലാം അതിന്റെ വിഷൻ ഓക്കെയാണ്, അതിന്റെ ഒരു പ്ലാനിങ് ഓക്കെയാണ്, ടെക്നിക്ക് ഓക്കെയാണ്. പക്ഷേ അതിന്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ റിസൾട്ടിലാണ് പ്രശ്നം വരുന്നത്. സോ അവിടെയാണ് ഒരു മിനുക്ക് പണി ഇതിൽ വേണ്ടി വരുന്നതെന്ന് തോന്നുന്നുണ്ട്. സോ ഇവിടെയാണ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ ഒരു ഒഫൻസീവിൽ കളിപ്പിക്കണമെങ്കിൽ അതിന് എബിലിറ്റി ഉള്ള ഒരു സ്പാർക്ക് അദ്ദേഹം തരുന്നത് ഇത്തരം സിറ്റുവേഷൻസിലാണ്. സോ ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകുമ്പോൾ അവിടെ ഡിഫൻസീവിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ, പന്ത് റിക്കവർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ ആയിട്ട് തോന്നുന്നത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് പൊസിഷനിങ് ആണ്. ആ ലൈൻ എന്ന് പറയുന്നത് ഡിഫൻസീവ് ലൈൻ പരമാവധി കീപ്പ് ചെയ്യാൻ
ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ആ ലൈനിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം, ജസ്റ്റ് ആ ലൈനിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം ഇദ്ദേഹത്തിന് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബോളുകളുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്, വൈഡ് ഏരിയാസ് എന്ന് പറയുന്നത് ഡയഗണൽ ഹൈ ബോൾസ് അല്ലെങ്കിൽ ത്രൂ ബോൾസ്, അങ്ങനെ ഒരുപാട് പന്തുകൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അവിടെ ഫുൾ ബാക്ക് ജസ്റ്റ് പ്രസന്റ് ആയാൽ മാത്രം മതി, കറക്റ്റ് ഡയറക്റ്റ് ആ ഒരു പ്ലെയറിലേക്ക് പാസ് വരുന്നത് പോലെ ഇന്റർസെപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതുപോലെയുള്ള ഒരുപാട് പന്ത് റിക്കവർ ചെയ്യുന്ന മൂവ്മെന്റ്സ്, ജസ്റ്റ് അദ്ദേഹം വേറെ ഒന്നും ചെയ്യുന്നില്ല, കറക്റ്റ് ആ ലൈൻ കീപ്പ് ചെയ്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് ആ ലൈനിൽ നിൽക്കുന്നേ ഉള്ളൂ. ആ ലൈനിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇദ്ദേഹത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ടായിരിക്കും ഒരു പാസ് വരുന്നത്. ഓപ്പണിംഗ് ടീമിന്റെ പാസിംഗ് ആക്യുറസി അവിടെ കുറച്ച് കുറവായിരിക്കും, പക്ഷേ ഇദ്ദേഹം അവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ ഒരു പന്ത് ഡേഞ്ചർ ആയിട്ട് മാറാതെ പോകുന്നത്. ഇവിടെ അദ്ദേഹം യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ റിപ്പീറ്റഡ് കാണുന്ന കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏരിയൽ എബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഹെഡർ ക്ലിയറൻസസ് ആണ്. ഇത് ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അത് അതിന്റെ ബോഡി ലാംഗ്വേജ് വെച്ചാണെങ്കിലും അതിന്റെ ഫിസിക് വെച്ചാണെങ്കിലും ഹെഡർ ക്ലിയറൻസസ്, അത് ഈ പറഞ്ഞ പോലെ ഒരു ഡുവൽസ് ഇല്ലാത്ത സിറ്റുവേഷൻ, ഫ്രീ ആയിട്ട് നിന്ന് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതല്ലാതെ ഡുവൽസ് ഒരു 1-on-1 ബാറ്റിൽ വിൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെ എല്ലാം അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഹൈ ബോൾസ് ഡിഫെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ അത് നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് കണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് അത് എടുത്ത് തന്നെ പറയുന്നത്. ആൻഡ് ഈ ലൈനിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഈ ഹെഡർ ക്ലിയറൻസസിനൊപ്പം തന്നെ കാണുന്ന മറ്റൊരു കാര്യമാണ് പ്രൊആക്റ്റീവ് ഡിഫൻസീവ് മൂവ്മെന്റ്സ്. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് തവണ സംസാരിച്ചുള്ള ഒരു കാര്യമാണ്. ഒരു പ്ലെയറിലേക്ക് പാസ് എത്തുന്നതിന് മുൻപേ തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പന്ത് റിക്കവർ ചെയ്യുന്ന മൂവ്മെന്റ്സ് ആണ്. അതും ഈ പൊസിഷൻ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ആന്റിസിപ്പേഷൻ, ടൈമിംഗ്, അതെല്ലാം കൊണ്ട് മാത്രം അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ മെയിനായിട്ട് ഈ ഹെഡർ ക്ലിയറൻസസും പ്രൊആക്റ്റീവ് ഡിഫൻസീവ് മൂവ്മെന്റ്സ് ആണ് ഈ ലൈനിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്നതുകൊണ്ട് അതിന് കിട്ടുന്ന പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് വരുന്നത് ഇതിന്റെ ഒരു ക്വിക്നെസ് ആണ്, മൂവ്മെന്റ്സിനുള്ള ഒരു ക്വിക്നെസ്. ഇതിന്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ആ ഒരു കളിക്കുന്ന രീതി ആണെങ്കിലും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ക്വിക്കായി ഡിഫൻസീവ് ആക്ടുകൾ പെർഫോം ചെയ്യാൻ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടേൺ ചെയ്തതായിക്കോട്ടെ, അല്ലെങ്കിൽ വീണിട്ട് പെട്ടെന്ന് എണീറ്റ് പോയി ഡിഫെൻഡ് ചെയ്യുന്നതായിക്കോട്ടെ, അവിടെ എല്ലാം അതിന്റെ ബോഡി അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ക്വിക്കായിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഡിഫൻസീവിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലോസിംഗ് ഡൗൺ. ക്വിക്കായിട്ട് തന്നെ പോയി ക്ലോസ് ഡൗൺ ചെയ്യാൻ അദ്ദേഹത്തെ ഈ ഒരു ഫാക്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പേസും അദ്ദേഹം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്ലേയേഴ്സ് വരുമ്പോൾ പ്ലേയേഴ്സിന് ഒരു സർപ്രൈസിംഗ് എന്ന രീതിയിൽ ആ ഒരു പ്ലെയറിനെ പെട്ടെന്ന് പോയി ക്ലോസ് ഡൗൺ ചെയ്ത് പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന, റിക്കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ പന്ത് ക്ലിയർ ചെയ്യുന്ന ഒരുപാട് മൂവ്മെന്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം മൂവ്മെന്റ്സ് വരുമ്പോഴാണ് അദ്ദേഹം ലൈൻ വിട്ടു പോകുന്നത്, പ്രത്യേകിച്ചും അഡ്വാൻസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈഡിലേക്ക്, എക്സ്ട്രീംസിലേക്കൊക്കെ പോകുന്നത് ഇത്തരം മൂവ്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പ്ലെയറിന് ടൈമോ സ്പേസോ കൊടുക്കാതെ പന്ത് റിക്കവർ ചെയ്യുന്ന ഒരുപാട് മൂവ്മെന്റ്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇതിൽ കണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ബോൾ ഷീൽഡ് ചെയ്യുന്ന, ഫിസിക് അദ്ദേഹം യൂസ് ചെയ്യുന്ന, ബോഡി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ സന്ദേശ് ഇങ്ങനെയൊക്കെ നമ്മൾ ചില സമയത്ത് കാണാറുണ്ട്. ഈ ലൈൻ കടന്നു പോകാൻ വേണ്ടി പ്ലെയറിനെ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന രീതി, അത്തരത്തിലുള്ള ഒരുപാട് ബോഡി യൂസ് ചെയ്തിട്ട് പന്ത് സെക്യൂർ ആക്കുന്ന, പന്തിനും ആ ഒരു പ്ലെയറിനും ഇടയിൽ ഇദ്ദേഹം നിന്നിട്ട് ഫിസിക് യൂസ് ചെയ്തിട്ട് ഷോൾഡർ പുഷൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു പന്ത് ഷീൽഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. സോ ഡിഫൻസീവ് ആക്ടുകളിൽ റിപ്പീറ്റ് ആയിട്ട് ഒരു സ്ട്രെങ്ത് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് വീക്ക്നെസ്സുകളിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ഒഫൻസീവിലുള്ള അതിൻ്റെ സപ്പോർട്ടിനെ തന്നെയാണ് ഒരു വലിയ കൺസേൺ ആയിട്ട് വരുന്നത്. അത് നെറോക്ക FC അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അല്ലാത്ത പക്ഷം ഒഫൻസീവിൽ ഇവിടെ വരുമ്പോൾ അദ്ദേഹം ഈ കോമ്പിനേഷൻസ് കളിക്കുമ്പോഴാണെങ്കിലും അവിടെ അതിൻ്റെ ഒരു പ്രസൻസിൻ്റെ ഒരു കുറവ്, ഒഫൻസീവ് സപ്പോർട്ടിൻ്റെ ഒരു കുറവ്, പ്രത്യേകിച്ചും നമ്മൾ നവോസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ആവശ്യമായിട്ടുള്ള ഒരു പ്ലെയർ, എക്സ്പീരിയൻസിന്റെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണെങ്കിലും അതിന്റെ മിസ്റ്റേക്കുകൾ കൊണ്ട് വഴങ്ങുന്ന ഗോളുകൾ കൂടി ഉണ്ടായിരുന്നു. പ്രോപ്പർ ആയിട്ടുള്ള മാർക്കിംഗ്, അവിടെ എല്ലാം ഒരു ഇൻഎക്സ്പീരിയൻസും അല്ലെങ്കിൽ അവിടെ ഒരു കൺസിസ്റ്റൻസി ഉറപ്പൊക്കെയാണ് നമുക്ക് മിസ് ചെയ്യുന്നത്. അതെല്ലാം ഇമ്പ്രൂവ്മെന്റിന് സ്ഥലങ്ങളുള്ള ഏരിയാസ് ആണ്, ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് എടുക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ്. ആൻഡ് ഈ പറഞ്ഞ ബോൾ ഹോൾഡ് ചെയ്യുന്നതും അവിടെ ഇതിന് വരുന്ന മിസ്റ്റേക്സ് ഒക്കെ വേറെ ഉണ്ട്. സോ ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഒന്നും ഉള്ള ഒരു പ്ലെയറായിട്ട് ഫീൽ ചെയ്തില്ല. നോർമലി കളിച്ചു പോകുന്ന, ആൻഡ് ഒരു പക്ഷേ ഇനി ഇവിടെ വന്ന് ഡെവലപ്പായി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് കാണുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമുക്ക് ഹോപ്പുള്ള ഒരു കാര്യം, ഇത്തരത്തിലുള്ള പ്ലേയേഴ്സാണ് നമുക്ക് എപ്പോഴും ഒരു ഞെട്ടിക്കുന്ന പെർഫോമൻസ് തരാറുള്ളത്. ഇവിടെ വന്നിട്ട് അതിന്റെ പെർഫോമൻസ് കണ്ട് കോച്ച് അദ്ദേഹത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നേരിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാം. സോ എന്തായാലും ഒരു പ്ലെയറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ തരാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.